ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ആമസോൺ ICICI ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കുക, എൻ്റെ ഓൾറെഡി ആമസോൺ ICICI ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. നമ്മൾ ഒരു 1.5 കൊല്ലം മുമ്പ് വരെ മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങും സംഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയിക്കും, ഒരാളുടെ പേരിൽ ഒരു വേരിയൻ്റ് കാർഡ് ഒരു പ്രാവശ്യം കിട്ടുള്ളൂ. ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ പിന്നെ അത് റീപ്ലേസ്മെൻറ്റ് കാർഡ് ആയിരിക്കും. നമ്മളിത് റീപ്ലേസ്മെൻറ്റ് കാർഡ് സംഭവം എന്നല്ല, ആക്ച്വലി എൻ്റെ വൈഫിനാണ് കിട്ടിയത്. ഇപ്പോൾ ഇന്നലെയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഇന്നലെ നിങ്ങൾക്കറിയാം, ഞായറാഴ്ചയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ തന്നെ വൈകുന്നേരം നമ്മൾ KYC ചെയ്തു, വീഡിയോ KYC ചെയ്തു. അതിന് ശേഷം ഇന്ന് കാലത്ത് നമ്മളേക്ക് സാധനം അപ്രൂവ് ചെയ്യുന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, നിങ്ങൾക്ക് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് സംഭവങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഇനി കാർഡ് വരുമ്പോൾ ഞാൻ കേട്ടത് പുതിയ 2024 ആമസോൺ ICICI കാർഡിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം. അത് കാർഡ് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്താ ഡിസൈൻ ചേഞ്ചസ് ചെറുതായിട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ കാർഡിൻ്റെ മെറ്റീരിയൽ മാറിയെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഡിസൈൻ ചേഞ്ച് അല്ലെങ്കിൽ മെറ്റീരിയൽ ചേഞ്ച് മാറിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാർഡ് വന്നാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച തന്നെ വരും, എന്തായാലും സാധനം കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ സംഭവങ്ങൾ എടുക്കാം. അപ്പോൾ ലിമിറ്റ് സംഭവങ്ങളൊന്നും അത് അതിൽ ആക്ച്വലി കാണിച്ചിട്ടുണ്ടായിരുന്നു 1 lakh to 2 lakh ലിമിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര ലിമിറ്റ് കറക്റ്റ് എനിക്ക് നമുക്കറിയില്ല. എന്ന് വെച്ചാൽ നമുക്കറിയില്ല, കാർഡ് വന്നിട്ടില്ല. പിന്നെ എൻ്റെ വൈഫ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ വീട്ടിലില്ല, അപ്പോൾ ഓൾറെഡി ഓഫീസിൽ പോയി. അപ്പോൾ നമുക്ക് ആപ്പിലും സംഭവത്തിലും നോക്കാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ പറയാം. നമ്മളതിൻ്റെ എന്തായാലും നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമുക്ക് ഈ ആഴ്ച തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കെല്ലാം കയ്യിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ പിന്നെ വേറെ ഗുണം എന്താ വെച്ചാൽ എനിക്ക് ആക്ച്വലി ഈ ആമസോൺ ICICI കാർഡ് എടുക്കുമ്പോൾ ഇത്രയും എന്താ പറയുക, പെട്ടെന്ന് ആക്ച്വലി അപ്രൂവ് ആവലോ അങ്ങനെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അപ്രൂവൽ പ്രോസസ്സ് അല്ലെങ്കിൽ അപ്രൂവൽ പ്രോസസ്സ് ടൈം ഭയങ്കരമായിരുന്നു. പക്ഷെ ഇപ്പോൾ പെട്ടെന്നാവുണ്ട്. അതാണ് മെയിൻ കാരണം. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ തന്നെ അപ്ലൈ ചെയ്തു, ഇന്നലെ തന്നെ വീഡിയോ KYC ചെയ്തു. ഇന്ന് കാലത്തായപ്പോഴേക്കും സാധനം അപ്രൂവൽ മെസ്സേജ് വന്നു. നമ്മുടെ അതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ വലിയ എന്താ പറയുക, ആമസോൺ ബാലൻസ് ഫ്രീ സംഭവമൊന്നുമില്ല, കുറച്ച് വൗച്ചേഴ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 3 മാസം നമുക്ക് ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് ഫ്രീ കിട്ടുന്നുണ്ട്. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു 300 രൂപ കൂട്ടാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 300 രൂപയുടെ സാധനം ഫ്രീ കിട്ടുമെന്ന് പറയാം. പിന്നെ പുറത്തിനും കയറിയിരിക്കും, ആമസോൺ ICICI കാർഡ് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആക്ച്വലി സുഖമായിട്ട് അപ്രൂവ് ആവുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അപ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഷോപ്പിംഗ് പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആമസോൺ ത്രൂ ഷോപ്പിംഗ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അപ്രൂവലും വരുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ എൻ്റെ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 7 to 8 days കഴിഞ്ഞിട്ട് നമുക്ക് കാർഡ് അപ്രൂവൽ മെസ്സേജ് തന്നെ വന്നത്. പിന്നെ കാർഡ് കിട്ടില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ ഒരു 15 ദിവസം എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയുള്ള തന്നെ കാർഡ് വരുന്നുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ അത്രയും ഫാസ്റ്റ് ആയിട്ടുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. ചിലപ്പോൾ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ അവരുടെ സെയിൽസിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ കാർഡ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പെൻഡിങ് ലിസ്റ്റിലേക്ക് പോകും. അപ്പോൾ അത് ഗ്യാപ്പ് വരും. അങ്ങനെ കുറച്ച് ഇഷ്യൂകളുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പറ്റിയ സമയമാണ്. നിങ്ങളൊരു ആമസോൺ ICICI കാർഡ് എടുക്കുന്നത് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്കിപ്പോൾ അതിനൊരു കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് അതിന് റെഫറൽ ലിങ്കോ സംഭവമൊന്നും ഇടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആമസോൺ ICICI കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ആമസോൺ ത്രൂ തന്നെ അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രീ അപ്രൂവൽ കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ നോർമലി ബാക്കി എല്ലാ കാർഡുകൾക്കും ഞാൻ റെഫറൽ ലിങ്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇതിന് നമുക്ക് വേറെ രക്ഷയില്ല. അപ്പോൾ കുറേ പേര് നമ്മളോട് ഇത് ചോദിക്കുന്നുണ്ട് ആമസോൺ കാർഡിൻ്റെ ലിങ്ക് തരാൻ പറഞ്ഞിട്ട്. പക്ഷേ അതിന് വേറെ രക്ഷയില്ല. എന്ന് വെച്ചാൽ ആമസോൺ കാർഡിൻ്റെ ലിങ്ക് ഇല്ല. അത് അങ്ങനത്തെ ഒരു കാർഡാണ്, പ്രീ അപ്രൂവൽ കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാൻ പറ്റില്ല, ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. വേറെ കാര്യം. അപ്പോൾ അതാണ് കിട്ടാത്തത്, വേറെ കാര്യം. അപ്പോൾ അത്യാവശ്യം നല്ല കാർഡ് തന്നെയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓൾമോസ്റ്റ് 1.5 year ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആമസോണിന്. ഞാൻ മെയിനായിട്ട് 99% ആമസോണാണ് ഉപയോഗിക്കുന്നത്. ഫ്ലിപ്കാർട്ട് ഭയങ്കര കുറവാണ്. പ്രത്യേകിച്ച് വല്ല ഡ്രസ്സ് സംഭവമൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ഫ്ലിപ്കാർട്ട് കാറുള്ളൂ. ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഒന്നും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാറില്ല. അങ്ങനത്തെ പണി അവർ തന്നിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്താലുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിനോട് വലിയ ഇതൊന്നുമില്ല. കസ്റ്റമർ കെയർ ഭയങ്കര മോശമാണ്, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ പ്രൈം മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും, അല്ലെങ്കിൽ 3% കിട്ടും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവിക്കുന്നത് ആമസോൺ ICICI കാർഡ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് നിൽക്കുന്ന, കുറേ കാലമായിട്ട് നിൽക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെ കാര്യം എടുത്ത് പറയണ്ടല്ലോ. മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളൊരു ആമസോൺ ICICI കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ മറക്കേണ്ടത് വെച്ചാൽ പെട്ടെന്ന് അപ്രൂവ് ആകും. അതാണ് ഞാൻ ഉദ്ദേശം. മെയിനായിട്ട് നമ്മൾ വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശം അതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുതിയ ഒരു കാർഡ് വരെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോഴാണ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പോകുന്ന അടുത്ത വീഡിയോയിലാണ്. ബൈ.